ഗുഡ് മോർണിംഗ്. എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കൂടുതൽ ചെയ്യണ്ടേ മക്കളെ, എന്നാലല്ലേ നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാവേ. 3,4 ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ. 3,4 എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. സെന്റർ എന്താണ്? ഒറിജിൻ. ഒറിജിൻ അറിയാമല്ലോ. അതിന്റെ കോർഡിനേറ്റ് എത്രയാണ്? 0, 0. ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ്. ഞാൻ റഫ് ഫിഗർ വരയ്ക്കാം. ഒരു സർക്കിള് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ സെന്റർ ഒറിജിനിലാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഒറിജിൻ എന്ന് പറയുന്നത്. ഞാൻ ലെറ്റർ അപ്പൊ അവിടുത്തെ കോർഡിനേറ്റ്സ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാ? 0, 0 ആയിരിക്കും കോർഡിനേറ്റ്സ്. ഞാൻ അതിന് സെന്ററിന് O എന്നാണ് കൊടുക്കുന്നത്. ഇനി 3,4 എന്ന് പറയുന്നത് ഈ സർക്കിൾ എവിടെയുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ റഫായിട്ട് ഇപ്പൊ 3,4 ഇവിടെ കൊടുക്കാന്ന് വിചാരിച്ചു. 3,4 ഞാൻ അതിനൊരു പേരും കൊടുത്തു. എന്താന്ന് ചോദിച്ചാൽ A എന്ന് കൊടുത്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് എത്രയാണെന്നാണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്റർ തൊട്ട് സർക്കിളിലേക്കുള്ള ദൂരമല്ലേ. സർക്കിളിൽ ഏതെങ്കിലും പോയിന്റില് സെന്ററിൽ നിന്ന് ഈ പോയിന്റ് എവിടെ പോയിന്റ് എടുത്താലും ഇതും എല്ലാം ഇവിടെ തൊട്ട് സെന്റർ തൊട്ട് ഇവിടം വരെ ഉള്ളത് ഇവിടം വരെ എല്ലാം എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട്, ഏതാ 3,4 എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതങ്ങ് ജോയിൻ ചെയ്യുകയാണ്, OA. അപ്പൊ OA എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? റേഡിയസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. എന്താ ഡിസ്റ്റൻസ് ഫോർമുല? ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതാണ്? x2 - x1 the whole square plus y2 - y1 the whole square. ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ ഓയും എയും ആണ് നമ്മുടെ ലൈൻസ്. ഇവിടെ O എത്രയാണ്? 0, 0. ഇവിടെ എത്രയാണ്? 3,4 ആണ്. ഓക്കെ. അപ്പൊ നമ്മളിത് x1 y1 x2 y2 ഇങ്ങനെ എടുത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഫോർമുല കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് കിട്ടും. അതായത് നമുക്ക് OA റേഡിയസ് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ഒറിജിൻ ആണ്. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 0 ആണ്. അപ്പൊ നമുക്ക് അത് വെച്ച് ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒറിജിൻ ആണ് തന്നിരിക്കുന്നെങ്കിൽ, അതായത് ഒരു പോയിന്റ് ഒറിജിൻ, അതായത് 0, 0 ആണെങ്കിൽ നമുക്ക് വേറൊരു ഫോർമുല ഉപയോഗിക്കാം. സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് s² പ്ലസ് y². കാരണം നമുക്കിവിടെ ഈ x1 ഉം y1 ഉം ഇല്ല, 0 ആണ്. അപ്പം x2 y2 മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. എല്ലാ കേസിലും അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ ആകരുത്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒറിജിൻ ഉണ്ടെങ്കിൽ, അതായത് ഒറിജിൻ ആണ് 0, 0 ആണ് ഒരു പോയിന്റെങ്കിൽ നമുക്ക് ഈ ഫോർമുല നേരിട്ട് ഉപയോഗിക്കാൻ. രണ്ടും സെയിം ആൻസർ തന്നെ കിട്ടും. ഇസ് ഈക്വൽ ടു, അപ്പൊ നമ്മുടെ ഇവിടെ x എത്രയാണ്? നമുക്ക് ഈ വാല്യൂസ് മാത്രമേ ഉള്ളൂ, 3 ഉം 4 ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ x എത്രയാണ്? 3². y എത്രയാണ്? 4² is equal to, ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 3² 9, 4 16, റൂട്ട് 16 plus 9 25, 25 റൂട്ട് 5 യൂണിറ്റ് എന്ന് കിട്ടി. അതായത് നമുക്ക് റേഡിയസ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. റേഡിയസ് is equal to 5 യൂണിറ്റ് എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഒന്നിൽ ഈ ഫോർമുല വെച്ച് ചെയ്യുക. അപ്പൊ ഇത് x1 y1 0 ആയിരിക്കും. നമുക്ക് 0 ആണോ ഒറിജിൻ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ ഫോർമുല ഇട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, 5 യൂണിറ്റ് എന്ന് കിട്ടി. അത് ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ക്വസ്റ്റ്യന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് വേർ ദ സർക്കിൾ കട്ട് അറ്റ് x ആക്സിസ്. സർക്കിള് x ആക്സിസിൽ എവിടെ കട്ട് ചെയ്യുന്നു? ഇതാണല്ലോ നമ്മുടെ x ആക്സിസ്, ഇത് നമ്മുടെ y ആക്സിസ്. അപ്പോൾ സർക്കിളിന്റെ സെന്റർ തൊട്ട് സർക്കിളിലുള്ള ഓരോ ഡിസ്റ്റൻസും എത്രയായിരിക്കും എന്നാ പറഞ്ഞത്? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 5. ഇങ്ങോട്ട് വരച്ചാലും 5 ആണ്. ഇപ്പൊ എങ്ങോട്ട് വരച്ചാലും ഈ ദൂരവും 5 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ വരച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ 1 2 3 ഇതില് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇത് എവിടെയായിരിക്കും കിടക്കുന്നത്? 5-ലായിരിക്കും കിടക്കുന്നത്. ഇങ്ങോട്ടും എത്ര തന്നെ ആയിരിക്കും കിടക്കുന്നത്? ഇവിടെ 5 ആണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡ് x ആക്സിസ് മൈനസ് ആയിരിക്കും, റൈറ്റ് സൈഡ് x ആക്സിസ് പോസിറ്റീവ്, അപ്പില് y ആക്സിസ് പോസിറ്റീവ്, ഡൗണില് y ആക്സിസ് നെഗറ്റീവ്. അതെല്ലാം നിങ്ങൾക്ക് അറിയാം, നമുക്ക് ചുമ്മാ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന x ആക്സിസിലുള്ള പോയിന്റുകൾ എത്രയാണ്? നമുക്ക് ഈ റൈറ്റ് സൈഡിൽ എഴുതാം. ഇവിടെ x എത്രയാണ്? 0. സെക്കൻഡിന്റെ ആൻസർ ആണ്. അപ്പൊ നിങ്ങൾ എഴുതുക പോയിന്റ്സ് is equal to എന്ന് പറഞ്ഞ് എഴുതാം. നമുക്ക് അതിന് റൈറ്റ് സൈഡിൽ എഴുതാം. ഇവിടെ x എത്രയാണ്?
5. നമ്മൾ കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യം എക്സിന്റെ വാല്യൂ പിന്നെ വൈയുടെ വാല്യൂ. ഇപ്പൊ ഇവിടെ വൈ ഉണ്ടോ? എക്സിലെ മാത്രം പോയിന്റാണ് ചോദിച്ചത്. എക്സിലെ മാത്രം പോയിന്റ് ചോദിക്കുമ്പോൾ എക്സ് ആക്സിസായി കിടക്കുന്ന കോർഡിനേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സിന്റെ പോയിന്റ് മാത്രമേ വരത്തുള്ളൂ, നമുക്ക് വൈയുടെ പോയിന്റ് കാണുകയല്ല. വൈയുടെ പോയിന്റ് എന്നായിരിക്കും? 0. അതേപോലെ എക്സിൽ ഇങ്ങോട്ട് മാത്രമാണോ കോർഡിനേറ്റ് ഉള്ളത്? അല്ലല്ലോ, ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടുള്ളത് എന്നായിരിക്കും? 5 വാല്യൂ എത്രയാണ്? റേഡിയസ് സെയിം തന്നെയായിരിക്കും, 5 തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? -5. വൈ അല്ല ചോദിച്ചത്, വൈ കോർഡിനേറ്റ് ചോദിച്ചില്ല, അതുകൊണ്ട് വൈ നമുക്ക് 0 എഴുതാം. ഇത്ര എഴുതിയാൽ മതി. ഇത് ചിലപ്പോൾ ഒന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണെന്നോ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതായത് റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എക്സ് ആക്സിൽ എത്രയായിരിക്കും വന്ന് കട്ട് ചെയ്യുന്ന സർക്കിൾ റേഡിയസ് ഇവിടം തൊട്ട് ഇവിടം വരെ 5 ആയിരിക്കും. അപ്പൊ എക്സ് ആക്സിലുള്ള പോയിന്റ് 5, വൈ അവിടെ ഇല്ല, വൈ 0 കൊടുക്കുക. അത് ലെഫ്റ്റ് എഴുതുമ്പോൾ എക്സ് ആക്സിലുള്ള പോയിന്റ് എന്നായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. -5ഉം 0ഉം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ തോന്നുന്നു ഭയങ്കര പ്രയാസമുള്ളതാണ് അല്ലേ? ഒന്നുമില്ല, പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.